ഹായ്, ഞാൻ ശ്രീലത. ഒരു ടോപ്പിൻ്റെ നെക്ക് ഹെം ചെയ്യുകയാണ്. ഇത് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത ഭാഗമാണ്. ഈ ഭാഗം നമുക്ക് മടക്കി ടോപ്പിൻ്റെ ചീത്തവശത്തേക്ക് ആക്കിയിട്ടാണ് ഹെം ചെയ്യുന്നത്. ഒരു സൈഡ് മടക്കി അടിച്ച ക്രോസ് പീസ് നെക്കിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം ഹെം ചെയ്തെടുക്കാം. ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യാനായിട്ട് അറിയാമല്ലോ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി സൂചിയിൽ നൂല് ഒറ്റ മടക്കായിട്ട് കോർക്കുക. എന്നിട്ട് ഒരു നൂലിൽ മാത്രം കെട്ടിടുക. അതിനുശേഷം നമുക്ക് തയ്ക്കാനുള്ള ഭാഗം ചീത്തവശത്തേക്ക് മടക്കിയിട്ട് ടോപ്പിലും ക്രോസ് പീസിലും കൂടിയായിട്ട് സൂചി കയറ്റി നൂല് വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ കെട്ടിട്ട ഭാഗം വരുമല്ലോ, അത് ആ മടക്കിനകത്തേക്ക് ആക്കിയിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്ന് രണ്ട് സ്റ്റിച്ചിന് കെട്ടിട്ട് തന്നെ കൊടുക്കുക. കെട്ടിടാനായിട്ട് അറിയാമല്ലോ. നമ്മൾ സൂചി കയറ്റിയതിന് ശേഷം ആ നൂലിനകത്തേക്ക് സൂചി വീണ്ടും കയറ്റി വലിച്ചെടുക്കുക. അപ്പോൾ അത് കെട്ട് വീഴും. അപ്പോൾ അങ്ങനെ കെട്ടിട്ട് തയ്ക്കുമ്പോഴേക്കും സ്റ്റിച്ചിന് നല്ല ബലം ഉണ്ടായിരിക്കും. പെട്ടെന്ന് അഴിഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ 2 or 3 നോർമൽ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഒരു കെട്ടിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് 3 നോർമൽ സ്റ്റിച്ച് പിന്നീട് ഒരു കെട്ട് കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ ഈ സ്റ്റിച്ച് അഴിഞ്ഞു പോകത്തില്ല. നമ്മുടെ ഈ തുണിക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാലും നമ്മുടെ സ്റ്റിച്ച് അതുപോലെ തന്നെ നല്ല ബലമായിട്ട് തന്നെ നിൽക്കും. ടോപ്പിൻ്റെ നെക്ക് മാത്രമല്ല, സാരി ബ്ലൗസ് തയ്ക്കുമ്പോഴും നമ്മൾ ഹെം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഹെം ചെയ്തെടുക്കുമ്പം നമ്മളത് അത്രയും ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കഴുത്ത് വളഞ്ഞു പൊളഞ്ഞൊന്നും പോകാതെ വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോപ്പോ അല്ലെങ്കിൽ ബ്ലൗസോ ഒക്കെ കീറിക്കഴിഞ്ഞാൽ പോലും നമ്മുടെ തയ്യൽ അതുപോലെ തന്നെ അവിടെ ഇരിക്കും. ഇത് കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക, ഇങ്ങനെ തയ്ച്ച് എടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം, മറുപടി തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കൂ. ഇത് അവസാന ഭാഗമായിട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴത്തേനും 2 or 3 തയ്യലുകൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഇങ്ങനെ നൂലിൽ കെട്ടിട്ട് അങ്ങ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.